ഒരു കുട്ടിക്ക് മേലുള്ള അതിക്രമമായിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളെ കമ്മീഷന് കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു കുട്ടി എന്താണ്, കുട്ടി ആരാണ് എന്ന് മനസ്സിലാക്കാത്തവരാണ് അധ്യാപകരിൽ ചിലരെങ്കിലും. അവരാണ് ഇത്തരം പ്രവൃത്തികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായും കമ്മീഷൻ ഇക്കാര്യത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ കമ്മീഷൻ അംഗമായിട്ടുള്ള ശ്രീ മോഹൻകുമാർ കുട്ടിയെയും സ്കൂളിലും സന്ദർശനം നടത്തുന്നുണ്ട്. തുടർ നടപടികൾ കമ്മീഷൻ ഇനി റിപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സ്കൂളിനോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ലഭ്യമാവുന്ന മുറയ്ക്ക് തുടർ നടപടികൾ കമ്മീഷൻ ആലോചിക്കും. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഈ കുട്ടിയുടെ രക്ഷിതാക്കളും ഈ ബാലാവകാശ കമ്മീഷന് പരാതി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അത് കുട്ടിയുടെ പരാതി കൂടെ ഞങ്ങൾ ഒന്നിച്ച് കിട്ടിയാൽ അതും കൂടെ ഒന്നിച്ച് കേൾക്കും. ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാകും തുടർ നടപടികൾ? ഈ പ്രധാന അധ്യാപകനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകില്ലേ? തീർച്ചയായും അദ്ദേഹത്തിൽ നിന്നും വിശദീകരണം കമ്മീഷൻ തേടും. ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഈ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ടെന്ന് അറിയാമെന്നാലും അവര് രക്ഷിതാക്കൾ പോലീസിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നതെങ്കിൽ പോലീസിൽ നിന്നും കൂടെ പോലീസിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഞങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെടും. അതിനുശേഷം കമ്മീഷൻ അത് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിർദ്ദേശം കമ്മീഷൻ നൽകും. ഇത്തരം സംഭവങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ബാലാവകാശ കമ്മീഷൻ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും? ഏതൊക്കെ വകുപ്പുകളായിരിക്കും ഇയാൾക്കെതിരെ, ഈ ഹെഡ് മാസ്റ്റർക്കെതിരെ ചുമത്താൻ പോകുന്നത്? അതെനിക്കിപ്പോഴും പറയാൻ കഴിയില്ല. തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പിന് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകും. ഈ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ തടയേണ്ടത് തന്നെയല്ലേ? കാരണം ഈ കുട്ടികളെ ശിക്ഷിക്കുന്നത് മാതൃകാപരമായി വേണ്ടേ? ഈ ഒരുപക്ഷെ ഈ കുട്ടിക്ക് ഇത്തരത്തിൽ ചെവിക്കൊരു പരിക്ക് ഏറ്റിരുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാൽ പോലും ഈ നിലത്ത് കിടന്ന ചരലൊന്ന് കാലുകൊണ്ട് നീക്കിയതിന് അസംബ്ലിയിൽ ഈ എല്ലാ കുട്ടികളുടെയും മുന്നിലേക്ക് വിളിച്ചു നിർത്തി അപമാനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്നൊരു മാനസിക ക്ഷതം അതും കൂടെ നോക്കേണ്ടതല്ലേ? ഇപ്പോൾ ചെവിക്ക് ഒരു പരിക്കേറ്റതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇല്ലെങ്കിൽ ആ സ്കൂളിൽ മാത്രം ഒതുങ്ങി പോയേനെ. എന്നാൽ ആ കുട്ടിക്ക് ഇതുമൂലം ഉണ്ടാകുന്ന മാനസിക സംഘർഷം അത് വളരെ വലുതാവുമായിരുന്നില്ലേ? വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ തന്നെ കുട്ടികൾക്കെതിരായിട്ട് ശാരീരികമോ മാനസികമോ ആയ അതിക്രമങ്ങൾ ഉണ്ടാവരുത് എന്ന്, ശിക്ഷണ നടപടികൾ ഉണ്ടാവരുത് എന്ന് കൃത്യമായി നിയമം തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നവരെ കുറ്റവാളികളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.